കേരളത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക സഹായമായിട്ടുള്ള ക്ഷേമ പെൻഷൻ്റെ വിതരണം, അതും ഫെബ്രുവരി മാസത്തെ ധനസഹായ വിതരണം. അതിനെ സംബന്ധിച്ച് ഒരുപാട് ആളുകൾ നമ്മോട് എന്തൊക്കെയാണ് എന്നൊക്കെ ചോദിക്കുകയുണ്ടായി. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ആനുകൂല്യം എത്തിച്ചേർന്നിട്ടില്ല. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും തന്നെ അധികൃതർ തന്നെ വിശദമാക്കുന്ന പ്രധാന അറിയിപ്പുകളാണ് ഈ വീഡിയോവായി ഷെയർ ചെയ്യുന്നത്. ഒരു ഗഡു പെൻഷൻ മാത്രമാണ് അനുവദിച്ചിട്ടുള്ളത്. അതായത് ഫെബ്രുവരിയിൽ നമുക്ക് ലഭിക്കേണ്ട ധനസഹായം തന്നെ. ഇതിന്റെ വിതരണം നടക്കുന്നത് നാളെയോടെയാണ്. 27-ാം തീയതി മുതലാണ് വിതരണം ആരംഭിക്കുന്നത്. 27-ാം തീയതി തന്നെ ഇത് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരണമെന്നില്ല. കാരണം വിതരണത്തിന് വേണ്ടി സർക്കാർ അനുവദിച്ചിട്ടുള്ള തീയതി 27-ാം തീയതി മുതൽ ആരംഭിക്കുകയാണ് എങ്കിൽ പോലും അടുത്ത മാസം മാർച്ച് 6-ാം തീയതി വരെ ഉണ്ടായിരിക്കുമെന്നുള്ള അറിയിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. സർക്കാരിന്റെ ഉത്തരവ് പ്രകാരമാണ് 6-ാം തീയതി വരെ ദീർഘിപ്പിച്ചിട്ടുള്ളത്. കാരണം മറ്റൊന്നുമല്ല, കൈകളിൽ തുക സ്വീകരിക്കുന്ന നിരവധി ആളുകൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട്, ലക്ഷക്കണക്കിന് ആളുകൾ. അപ്പോൾ ഇവരുടെ പക്കലിലേക്ക് സഹകരണ സംഘ ജീവനക്കാർ വീട്ടിലെത്തിയാണ് തുക കൈമാറുന്നത്. അപ്പോൾ പല മേഖലകളിലും എത്തുവാനുള്ള താമസവും മറ്റുമുണ്ടാകും. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത്രയും ദിവസം അതിനു വേണ്ടി അനുവദിക്കുന്നത്. അപ്പോൾ പ്രധാനമായും നമ്മുടെ ഭാഗത്തു നിന്ന് ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞ മാസങ്ങളിൽ ആനുകൂല്യം തുടർച്ചയായി എത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ മുടക്കം കൂടാതെ തന്നെ നമുക്ക് ആനുകൂല്യം ലഭിക്കുന്നതായിരിക്കും. അതുമാത്രമല്ല, സർക്കാരിന് ഏറ്റവും പുതിയ കണക്കുകൾ പുറത്തു വരുമ്പോൾ മുമ്പ് കഴിഞ്ഞ മാസങ്ങളിൽ ലഭിച്ച എല്ലാവർക്കും തന്നെ ഈ മാസവും ധനസഹായമുണ്ട് എന്ന രീതിയിലാണ് അതിൻ്റെ ലിസ്റ്റ് കാണാൻ സാധിക്കുന്നത്. 62 ലക്ഷം വരുന്ന ആളുകൾക്ക് ഇപ്പോൾ പെൻഷൻ നൽകിക്കൊണ്ടിരിക്കുന്നു. ഇതേ രീതിയിൽ തന്നെ ഈ ഫെബ്രുവരിയിലെ പെൻഷനും ലഭിക്കുന്നതായിരിക്കും. ഇനി അത് മാത്രമല്ല, മാർച്ച് മാസം മുതലാണ് സർക്കാരിന്റെ വിവിധ ക്രമീകരണങ്ങൾക്ക്, പെൻഷനുമായി ബന്ധപ്പെട്ട വിവിധ നടപടികൾക്ക് തുടക്കം കുറിക്കുന്നത്. അതായത് നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്തവർക്ക് പെൻഷൻ തടയും. അതോടൊപ്പം തന്നെ സർക്കാരിന്റെ പരിശോധന ഇപ്പോൾ ആരംഭിക്കുന്നത് മാർച്ച് മാസത്തിലായിരിക്കും. പെൻഷന് വേണ്ടി ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തുമെന്നും അനർഹമായി പെൻഷൻ തുക കൈപ്പറ്റുന്നവരെ കണ്ടെത്തുമെന്നും സർക്കാർ അറിയിച്ചിരുന്നു. വിവിധ മേഖലകളിൽ ഇപ്പോൾ തന്നെ പരീക്ഷണാടിസ്ഥാനത്തിലുള്ള പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു പക്ഷേ പൂർണ്ണ രൂപത്തിൽ മാർച്ച് മാസത്തിൽ വ്യാപിക്കുകയും ചെയ്തേക്കാം. എങ്കിലും ഇപ്പോൾ സഹായം ലഭിക്കുന്നവരെല്ലാം ശ്രദ്ധിക്കുക. എല്ലാവർക്കും തന്നെ മുടക്കം കൂടാതെ ലഭിക്കുന്നതാണ്. 810 കോടി ഫണ്ട് സർക്കാർ ഇതിനായി തന്നെ വകയിരുത്തി കഴിഞ്ഞു. എങ്കിലും നമ്മുടെ സംസ്ഥാനത്തെ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയിലെ അംഗങ്ങൾക്ക് കുടിശ്ശികയുണ്ടാകുമെന്നുള്ള അറിയിപ്പാണ് ഈ സമയം വരുന്നത്. അവർക്ക് വേണ്ടി മുഴുവൻ തുകയും ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഫണ്ട്, അതിനു വേണ്ടിയുള്ള ഒരു സാമ്പത്തിക സഹായം സർക്കാരിൽ നിന്നും അനുവദിച്ചിട്ടില്ല. ക്ഷേമനിധി ബോർഡ് വഴിയൊക്കെ ആനുകൂല്യം കൈപ്പറ്റുന്നവർക്ക് ഈ പ്രാവശ്യം മുടങ്ങാതെ തന്നെ എത്തുന്നതായിരിക്കും. അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മുടെ സംസ്ഥാനത്ത് 8 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് കേന്ദ്ര സർക്കാരിന്റെ വിഹിതം കൂടി ലഭിക്കുന്നതാണ്. 1600 ലഭിക്കുന്നതിൽ 200 രൂപ അല്ലെങ്കിൽ 300 രൂപ അല്ലെങ്കിൽ 600 രൂപ ഈ തുക നൽകുന്നത് കേന്ദ്ര സർക്കാരാണ്. അപ്പോൾ ബാക്കി തുകയായിരിക്കും അവരുടെ അക്കൗണ്ടിലേക്ക് ആദ്യം ക്രെഡിറ്റ് ആവുക. പിന്നീട് കേന്ദ്ര സർക്കാരിന്റെ തുക ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്ന സംവിധാനം ഉണ്ടാകും. മുടക്കം കൂടാതെ തന്നെ തുക എത്തിച്ചേരുന്നതായിരിക്കും. ഇനി തുടർച്ചയായി മുടങ്ങുന്നുണ്ട് എങ്കിൽ അവർ എത്രയും പെട്ടെന്ന് തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടണം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക.